തിരുവനന്തപുരത്ത് അമിത്ഷാ പങ്കെടുക്കുന്ന ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള സൂചിപ്പിച്ചതെന്ന് വ്യക്തമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു സജീവ വിഷയമാക്കി ബിജെപി നിലനിർത്തുമെന്ന്. ഒപ്പം എങ്ങനെയാണ് ആരൊക്കെ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഒരു 2026 തെരഞ്ഞെടുപ്പിന്റെ തുടക്ക ദിനം എന്ന് വിശേഷിപ്പിക്കാമോ ഇത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള മിഷൻ 2026 എന്താണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ബി.ജെ.പി ലക്ഷ്യമിടുന്നത് എന്നത് പ്രവർത്തകരോട്, നേതാക്കളോട്, നയിക്കുന്നവരെ അറിയിക്കുക എന്നത് തന്നെയാണ് അമിത്ഷായുടെ വരവിന്റെ ഉദ്ദേശം. അപ്പോൾ പ്രധാനമായും ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയം തന്നെയായിരിക്കും. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നിപ്പോൾ മിഷൻ 2026 ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ വേദിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത് തന്നെ അയ്യപ്പ വിഗ്രഹത്തിന്റെ മാതൃകയാണ്. അപ്പോൾ മാത്രമല്ല, പ്രസംഗത്തിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴും ഈ തന്ത്രിയുടെ അറസ്റ്റിനെ തുടർന്ന് ബി.ജെ.പിയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. കാരണം പേരെടുത്തുള്ള കുറ്റപ്പെടുത്തലുകൾ അങ്ങനെ ഉണ്ടായില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നൊരു സന്ദേശം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം ഉണ്ടായി. ശബരിമലയെക്കുറിച്ച് പറയുന്ന ഭാഗത്തെല്ലാം തന്നെ ഉണ്ടായി. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം അവസാനിച്ചിരിക്കുന്നു. പ്രധാനമായും അമിത്ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത് 30% വോട്ട് ഇത്തവണ നേടണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് വോട്ട് ശതമാനത്തിലുപരി സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നതിൽ ലക്ഷ്യമുണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല 2026 കേരളത്തിൽ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.